ഹേ ഓൾ, നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സുജി സന്തോഷ് ഒഫീഷ്യൽ ചെറിയൊരു ചാനലാണ്. അപ്പം കാണുന്നവരെ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണേ. അപ്പോൾ ഇതൊരു മിനി വ്ളോഗാണ്. ഞാൻ എൻ്റെ ചേച്ചീൻ്റെ വീട്ടിലോട്ടേക്ക് പോവാണ്. എൻ്റെ പ്ലേസ് ഉള്ളത് പാലക്കാടും, ചേച്ചി ചേലക്കര. ഏകദേശം ഒരു 1.5 മണിക്കൂർ ട്രാവലുണ്ട്. ഇത് ഈ ഇരിക്കുന്ന ആളുണ്ടല്ലോ, എൻ്റെ കെട്ടിയവൻ, ആൾ തിരക്കാണ്, കൊണ്ടാക്കാൻ പറ്റൂല എന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഓട്ടോ ബുക്ക് ചെയ്തത്. ഏകദേശം 1.5 മണിക്കൂറുണ്ട്. അപ്പം കുഞ്ഞിൻ്റെ സ്കൂൾ കഴിഞ്ഞിട്ട് വേണം പോകാനായിട്ട്. അപ്പം നമ്മൾ 2:30 ആകുമ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോൾ രാത്രി ആവുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഓട്ടോ പറഞ്ഞത്. എന്നിട്ട് ഓട്ടോ എടുത്തപ്പോൾ ആശാൻ ആദ്യം ചാടി വണ്ടി കയറി. അങ്ങനെ ഇതിപ്പോൾ കുഞ്ഞിൻ്റെ സ്കൂളിലോട്ട് നമ്മൾ കുഞ്ഞിനെ പിക്ക് ചെയ്യാൻ വന്നതാണ്. അവന് 2:30 വരെ എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ എക്സാം കഴിഞ്ഞിട്ട് അങ്ങനെ കുഞ്ഞിനെ വിളിച്ചിട്ട് വീട്ടിൽ പോകാനായിരുന്നു പ്ലാൻ. അവനാണെങ്കിൽ ഇങ്ങനെ സ്കൂളിൽ നിന്ന് നമ്മൾ വിളിക്കാൻ പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ആദ്യമൊക്കെ സ്കൂൾ ബസ്സിൽ പോകാനായിരുന്നു കേട്ടോ ഇഷ്ടം. പിന്നെ ആൾ മറ്റേ വേറെ കുട്ടികളുടെയൊക്കെ അമ്മയും അച്ഛനൊക്കെ വന്ന് വിളിക്കാൻ അനൊക്കെ തുടങ്ങണ കണ്ടപ്പോൾ പിന്നെ നമ്മളോട് വിളിക്കാൻ വരുമോ എന്നൊക്കെ ചോദിക്കും. ഇപ്പോൾ ആശാൻ നമ്മളങ്ങനെ പോയി വിളിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ അടുത്ത സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ചേച്ചിയുടെ വീട്ടിൽ പോകുന്നതാണ്. അവിടെ പിള്ളേരുണ്ട്, ചേച്ചിയുടെ പിള്ളേരുണ്ട്, കിച്ചു, അവൻ്റെ അച്ചുവേട്ടനും കിച്ചുവേട്ടനും. ഏട്ടന്മാരുടെ അടുത്ത് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഹാപ്പിയാണ്. അവിടെ പോയാൽ നമുക്ക് പിന്നെ നോക്കുക വേണ്ട, ഫുൾ ടൈം ഏട്ടന്മാരുടെ കെയറിങ് ആണ്. അപ്പോൾ അച്ചുവേട്ടനെ കിച്ചൻ്റെ അടുത്ത് പോകാമെന്നുള്ളതിൻ്റെ എക്സൈറ്റ്മെൻറ്റാണ് ആൾക്കുള്ളത്. പിന്നെ അവനിവിടെ നമ്മുടെ ഇവിടെ കളിക്കാനൊന്നും ആരുമില്ല കേട്ടോ. ഞാനും ഫോണിലായിരിക്കും, വർക്ക് റിലേറ്റഡ് ആയിട്ട്. ഏട്ടനും വർക്കിന് പോവും, പിന്നെ മമ്മിയുണ്ട്. എന്നാലും അവന് അങ്ങനെ വേറെ ആരും ഇല്ല കളിക്കാൻ, നമ്മുടെ പിന്നാലെ ഇങ്ങനെ നടക്കുക, അങ്ങനെയാണല്ലോ. അപ്പോൾ അവനിങ്ങനെ ഏട്ടന്മാരുടെ വീട്ടിൽ പോകാനായിരുന്നു ഭയങ്കര ഇഷ്ടം. നമുക്ക് ഈ ഒരു ദൂരമാണ് ഒരു പ്രശ്നം. ഈ 1.5 മണിക്കൂറൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങോട്ടും അധികം പോവില്ല. ചേച്ചി ഇങ്ങോട്ടും അങ്ങനെ വരാൻ പറ്റാറില്ല പിള്ളേരുടെ ക്ലാസ്സൊക്കെ ആയിട്ട്. പിന്നെ എക്സാമൊക്കെ കഴിഞ്ഞതുകൊണ്ട് അവന് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഓട്ടോൻ്റെ കാറ്റൊക്കെ അടിച്ച് അച്ചരമേത്തിരുന്ന് അങ്ങനെ ആൾ ഉറങ്ങിപ്പോയി. പിന്നെ അന്നത്തെ ദിവസം അവന് 3 എക്സാം ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ ആൾ. ഈ ഒരു ഭാഗം കണ്ടിട്ട് ആർക്കെങ്കിലും ഫെമിലിയർ ആണോ എന്ന് നോക്കൂ. ഇതെവിടെയാണെന്ന് മനസ്സിലായിട്ടുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് റൂട്ട് തിരുവില്ലാമല, പടയന്നൂർ, ചേലക്കര, ആ റൂട്ടാണ് കേട്ടോ. അപ്പോൾ ആ പ്ലേസ്, ആ പാലേതാന്ന് മനസ്സിലായിട്ടുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് ഞാൻ പഠിച്ച് വളർന്ന സ്കൂളാണ് കേട്ടോ. നമ്മുടെ ഏറ്റവും കൂടുതൽ മെമ്മറീസ് ഉള്ളത് നമ്മുടെ ചൈൽഡ്ഹുഡ്, അതായത് മീൻസ് 5ാം ക്ലാസ് തൊട്ട് ഞാൻ +2 വരെ ഇവിടെയാണ് പഠിച്ചത്. ചേച്ചി ഉണ്ണിയോള് വരാറായി, പുറത്തിറങ്ങി നിൽക്കുവാണ്. ഇതാണ് എൻ്റെ പ്രിയ മണികണ്ഠൻ ചാനലുണ്ട് കേട്ടോ. എൻ്റെ സ്വന്തം ചേച്ചിയാണത്. അപ്പോൾ നമ്മൾ ചേച്ചീൻ്റെ വീട്ടിലെത്തി. കിച്ചു സ്കൂളിൽ പോയിരിക്കുവാണേ. ഞങ്ങൾ വന്നൊരു അരമണിക്കൂറായില്ല, 10 മിനിറ്റ് ആയപ്പോഴേക്കും പിള്ളേർ വന്നു കേട്ടോ. ഏട്ടന്മാർ പിന്നെ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ അവരുടെ ഒരു ലോകത്താണ് അവർ 3 പേരും. പിള്ളേർക്കാണെങ്കിലും അങ്ങോട്ട് പോയാലും നമ്മൾ വരലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞിൻ്റെ വല്യമ്മ പിന്നെ കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു പരിപാടിയാണ്. പിന്നെ പിള്ളേരും പാപ്പൻ പോവാറായപ്പം പിടിച്ച് നിൽക്കുകയാണ് അച്ചുവേട്ടനും കിച്ചുവേട്ടനും. പിന്നെ അമ്മായിയമ്മയും മരുമോനും എല്ലാവരും ഒരേ വൈബായതുകൊണ്ട് പിന്നെ നമ്മുടെ വീട്ടിലെല്ലാം സെറ്റാണ്. എല്ലാം കൂടെ കൂടിക്കഴിഞ്ഞാൽ മണിയേട്ടൻ, അതായത് ചേച്ചിയുടെ ഹസ്ബൻഡും വൈകുന്നേരം വരും കേട്ടോ. സന്ധ്യവട്ടപ്പിന് ഞങ്ങളെ ആക്കിയിട്ട് അങ്ങനെ പോയി. നമ്മുടെ അവിടെ വീടിൻ്റെ അടുത്തുള്ള ഓട്ടോ തന്നെയാണ് കേട്ടോ. നമ്മളെല്ലാത്തിനും ഏട്ടനെയാണ് വിളിക്കുന്നത്. അപ്പം തിരിച്ച് പോയി. ഏട്ടൻ അപ്പം തന്നെ പോയായിരുന്നു. പിന്നെ വീട്ടിലെ അമ്മയും ഏട്ടൻ്റെ അമ്മയും ഒറ്റയ്ക്കായിരുന്നു. അപ്പം അതുകൊണ്ട് ഏട്ടൻ തിരിച്ചു പോയി. നാളെ രാവിലെ വരാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഇതെൻ്റെ അച്ചൂട്ടനും കിച്ചൂട്ടനും എൻ്റെ ഫസ്റ്റ് ബേബീസാണ്. അത് പിന്നെ എല്ലാ മേമ്മമാർക്കും അങ്ങനെ ആയിരിക്കുമല്ലോ. ചേച്ചിയുടെ മക്കൾ എന്ന് പറയുന്നത് ഏറ്റവും ഫേവറേറ്റ് ആയിരിക്കുമല്ലോ. പിന്നെ വല്യച്ഛൻ രാത്രിയാകുമ്പോഴേക്കും എത്തി. അവന് പിന്നെ അവിടെ ചെന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ പിന്നെ ആൾ തുടങ്ങി കേട്ടോ. വല്യച്ഛൻ എപ്പോഴാണ് വരിക എന്നും പറഞ്ഞ് ചേച്ചിയുടെ പിന്നാലെ തന്നെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ മണിയേട്ടനെ കണ്ടപ്പോൾ പിന്നെ ആൾ ഭയങ്കര ഹാപ്പി. വല്യച്ഛനും കുഞ്ഞിൻ്റെയും കളികളാണ്. പിന്നെ ഒരേ കഥയും ഇതൊക്കെ പറഞ്ഞ് രണ്ടും കൂടെ കെട്ടിപ്പിടിച്ച് കിടക്കണുണ്ട് കുറേ നേരം. പിന്നെ നമ്മൾ പിറ്റേ ദിവസം രാവിലെയാണ് വേലിയിടാൻ പോകുന്നത്. ഐവർമഠത്തിലാണ് കേട്ടോ പപ്പയുടെ വേലിയിടാനൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ വേലിയിടലൊക്കെ കഴിഞ്ഞ് രാവിലെ തൻവിക്കിന് എക്സാം ഉണ്ട്, മോന് എക്സാം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടെ വെച്ചിട്ട് തന്നെ എല്ലാവരും 2 വഴിയിലോട്ട് പോയി. അമ്മയും ചേച്ചിയും ഏട്ടനും അങ്ങോട്ട് പോയി, ഞാനും സന്ദീപേട്ടനും കുഞ്ഞും ഈ വഴിയിലോട്ട് പോയി. ഇതാണ് എൻ്റെ ഒരേ ഒരു അളിയൻ, ഇതാണ് എൻ്റെ ഒരേ ഒരു ചേച്ചി പ്രിയ മണികണ്ഠൻ, ഇത് എൻ്റെ ഒരേ ഒരു കെട്ടിയവൻ. അപ്പം അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തന്നെ സ്പ്ലിറ്റായി കേട്ടോ. അമ്മയും പോയി. ഇനിയിപ്പോൾ എപ്പോൾ കാണുന്നൊരു ഐഡിയ ഇല്ല. എപ്പോഴെങ്കിലും ഇനി ഇതേപോലെ
കുറച്ച് സമയം കിട്ടുമ്പം ഒത്തുകൂടണം എന്നുള്ളതാണ്. നമ്മളിപ്പോൾ എത്ര തിരക്കാണെന്നുണ്ടെങ്കിലും ഫാമിലിയുടെ കൂടെ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. വ്ളോഗൊന്നും അങ്ങനെ ചെയ്യാൻ അറിയില്ല. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടണേ.